വേദിയിൽ നിന്നാണ് സംഭവിച്ചത്. ഒരുപാട് നന്ദി. സൃഷ്ടി എപ്പോഴും വേദനയുള്ളതാണ്. അപ്പൊ ആ ഒരു സൃഷ്ടി എന്ന് പറയുമ്പോൾ ഇനി ഒരു ജന്മത്തിൽ എഴുത്തുകാരനാവേണ്ട എന്ന് അദ്ദേഹം പറയുമ്പോഴും അദ്ദേഹത്തിന്റെ എഴുത്തുകൾ വായിച്ചിട്ടുള്ള ആൾക്കാർക്ക് അത് തീർച്ചയായിട്ടും ഇനിയും അങ്ങനെയുള്ള എഴുത്തുകാരുണ്ടാവട്ടെ എന്നുള്ള ആഗ്രഹം തന്നെയായിരിക്കും. അതേപോലെ സൃഷ്ടിയിൽ ഏറ്റവും കൂടുതൽ നമ്മളെ കൊണ്ട് എത്രമാത്രം നമ്മുടെ ശ്രദ്ധ കൊടുക്കാൻ പറ്റുമോ അത്രയും ശ്രദ്ധ കൊടുത്ത് അതിനോട് പാഷനേറ്റ് ആയിട്ട് സിനിമയിൽ വന്ന കാലം തൊട്ട് ഇതുവരയ്ക്കും മലയാളികളുടെ സ്വന്തമായ മലയാളികളുടെ സ്വന്തം ലാലേട്ടൻ ഇന്നിപ്പോ നമ്മളുടെ കൂടെ ഉണ്ട്. ലാലേട്ടനെ ഉദ്ഘാടന പ്രസംഗത്തിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതിനുശേഷം നമുക്ക് പ്രകാശന ചടങ്ങിലേക്ക് കടക്കാം. നമസ്കാരം. സന്തോഷമായ ഒരു സായാഹ്നമായി മാറട്ടെ. എന്താണ് പറയേണ്ടതെന്ന് അറിയാൻ പാടില്ലാത്തൊരവസ്ഥയിലാണ്. അതുമായിട്ട് എനിക്കുള്ള ബന്ധം അത് ഇന്ന് തുടങ്ങിയെന്നൊന്നും എനിക്കിപ്പോൾ കറക്റ്റായിട്ട് പറയാൻ അറിയില്ല. 15 വർഷമായതിപ്പോൾ പറഞ്ഞപ്പോഴാണ് ഞാൻ വർഷങ്ങളുടെ കണക്കുകൾ ആരംഭിക്കുന്നത്. അദ്ദേഹത്തിനെ എവിടെ വെച്ച് പരിചയപ്പെട്ടു, പിന്നെ എവിടെയൊക്കെ വെച്ച് കണ്ടു എന്നൊക്കെ ഉള്ളത് ഞാൻ ഓർക്കാറില്ല. അദ്ദേഹം പറഞ്ഞ പോലെ എനിക്കും മധുരമായിട്ടുള്ള ബന്ധം വളരെയധികം എന്താ പറയണ്ടേ, രസം എന്ന് പറയാൻ പറ്റില്ല. വളരെ പ്രത്യേകതയുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹം അധ്യാപകനാണ്, ഒരു സംഗീതജ്ഞനാണ്, സംഗീതത്തെക്കുറിച്ച് ധാരണയുള്ള ആളാണ്. ഇപ്പോൾ എന്നെപ്പറ്റി എന്തൊക്കെയോ പറഞ്ഞു, അത് എനിക്കറിയില്ല. പക്ഷെ അതുപോലുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ രീതികൾ, അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം, അദ്ദേഹം ഞാനുമായിട്ട് പല അവസരങ്ങളിൽ പല സ്ഥലങ്ങളിൽ, അത് ചിലപ്പം മ്യൂസിക്കിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ മ്യൂസിഷ്യൻസിൻ്റെ കൂടെ അദ്ദേഹം പല പ്രാവശ്യം വലിയ മ്യൂസിഷ്യൻസിനെ പരിചയപ്പെടാൻ സാധിച്ചത് ഒരുപക്ഷെ ഞങ്ങൾ ഒരുമിച്ചുള്ള യാത്രയിലായിരിക്കാം. അല്ലെങ്കിൽ സാഹിത്യത്തെക്കുറിച്ച് സംസാരിക്കാറുണ്ട്, അദ്ദേഹത്തിൻ്റെ അമ്മയെക്കുറിച്ച് സംസാരിക്കാറുണ്ട്, ഞാൻ എൻ്റെ അമ്മയെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. നമുക്ക് ചിലപ്പോൾ ചില ആൾക്കാരോട് മാത്രമേ പലതും മനസ്സ് തുറന്ന് അല്ലെങ്കിൽ മനസ്സ് തുറക്കാതെ അറിയാതെ അറിഞ്ഞുകൊണ്ട് ഏത് അവസ്ഥയിലാണെന്ന് എനിക്കറിയില്ല, ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും. അത്തരത്തിൽ ഒരാളാണ് മധു. എന്ന് പറഞ്ഞ എല്ലാ ദിവസവും ഞങ്ങൾ സംസാരിക്കാറില്ല, പക്ഷെ സംസാരിക്കുമ്പോൾ അതിനൊരു എന്തോ ഒരു പ്രത്യേകത ഉണ്ടാകും. അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം, അദ്ദേഹത്തിൻ്റെ ഭാര്യയെക്കുറിച്ച് അറിയാം, കുട്ടികളെ കുറിച്ച് അറിയാം. പെട്ടെന്നൊരു കാര്യം പറയുകയാണെങ്കിൽ, ഒരു ഹിന്ദുസ്ഥാനി സംഗീതത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചപ്പോൾ കുമാർ ഗന്ധർവ് എന്ന് പറയുന്ന അദ്ദേഹത്തെക്കുറിച്ച് സംസാരിച്ചു. പലപ്പോഴും എനിക്ക് മനോഹരമായ കമ്പോസിഷൻസ് അയച്ചു തരുന്ന ആളാണ്. 5000, 6000 അതിൽ കൂടുതൽ സമയമുണ്ടെന്ന് തോന്നുന്നു, മണിക്കൂറുകളോളം സംഗീതം കയ്യിലുള്ളതാണ്. കർണാട്ടിക് മ്യൂസിക് അല്ലെങ്കിൽ ഹിന്ദുസ്ഥാനി ലളിത ഗാനങ്ങളായാലും അല്ലെങ്കിൽ വെസ്റ്റേൺ മ്യൂസിക് ആയാലും ഒരുപാട് പുതിയ സിംഗേഴ്സിനെ കുറിച്ചൊക്കെ നല്ല ധാരണയുള്ള ആളാണ്. ഞാൻ US പോയിരുന്ന സമയത്ത് അവിടുത്തെ പേരൊന്നും പറയുന്നില്ല, അവിടുത്തെ ഏറ്റവും വലിയൊരു UN ഒരു ടോപ്പ് ഓഫീഷ്യൽ എടുത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ എടുത്ത് പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ അവർക്ക് വളരെയധികം പ്രാമുഖ്യം അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരാളാണ് കുമാർ ഗന്ധർവിൻ്റെ. ഞാൻ പറഞ്ഞു എനിക്കറിയാം കുമാർ ഗന്ധർവിൻ്റെ. അപ്പോൾ അവർക്ക് അതിശയമായി. കാര്യം എങ്ങനെ എനിക്കറിയാം, മധുവിലൂടെയാണ്. ഞാൻ വിളിച്ചു പറയുകയും തന്നെ മധു കുമാർ ഗന്ധർവിൻ്റെ കുറച്ച് പാട്ടുകൾ, അതൊരു വലിയ കാര്യമാണ് അവർക്കത് കിട്ടുക എന്നുള്ളത്. പക്ഷെ അതിൻ്റെ ഒരു ഉപകരണമായി ഞാൻ മാറിയതാണ്. അപ്പം ഒരു ഡിസ്ട്രിബ്യൂഷൻ ഓഫ് തോട്ട്സ്, അല്ലെങ്കിൽ ഒരാൾക്ക് ഒരാഗ്രഹം തോന്നിയിട്ട് അത് കിട്ടുക എന്ന് പറയുന്നത്, സാധിക്കുക എന്ന് പറയുന്നത് എൻ്റെ ഒരു ധാരണയിലുള്ള ഒരാളായിട്ട് മാറി. ഞാനും അതിൻ്റെ കാരണക്കാരൻ മധുവായിട്ട് മാറി. എനിക്ക് ഏറ്റവും വളരെ ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ് ഞാൻ അഭിനയിച്ച പ്രമേയം. അത് വളരെ വ്യത്യസ്തമായ ഒരു പ്രമേയമായിരുന്നു. ഞാനതിൻ്റെ സ്ക്രിപ്റ്റ് കാര്യങ്ങളൊക്കെ, എൻ്റെ കഥയൊക്കെ മധുവായിട്ട് സംസാരിച്ചിട്ടുണ്ട്. മധുവിൻ്റെ സിനിമകൾ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ലെനർഡ് കോഹൻ എന്ന് പറയുന്ന സിംഗറെ കുറിച്ച് അറിയുന്നത്. അത് മധുവാണ് എനിക്ക് പറഞ്ഞിരുന്നത്. ലെനർഡ് കോഹൻ എന്നുള്ള സിംഗറെ കുറിച്ച് അറിയാൻ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പ്രത്യേക ഒരു സോങ് ഉണ്ട്, ഐ ആം യുവർ മാൻ എന്ന് പറയുന്ന സോങ്. അത് മനോഹരമായ ഒരു ലിറ്ററേച്ചറാണ്. അപ്പം എനിക്ക് ആ പാട്ട് കേട്ടിട്ട് ഞാൻ നമുക്ക് ഈ പാട്ട് നമ്മുടെ ഈ സിനിമയിൽ ഉൾക്കൊള്ളിക്കണം. അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ നമുക്കിത് ചെയ്യണം. ആ സിനിമയിൽ ഏറ്റവും മനോഹരമായ ഒരു സീനായിട്ട് അത് മാറി. ഞാൻ തന്നെയാണ് അത് പാടിയിരിക്കുന്നത്. അദ്ദേഹത്തിന് ഒരു പക്ഷാഘാതത്തിൽ
ഒരു വീൽ ചെയറിൽ സഞ്ചരിക്കുന്ന ആളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് പറയാണ് ഐ ആം യുവർ മാൻ. ഇപ്പം അത് 3 പ്രാവശ്യം കല്യാണം കഴിച്ചു. അടുത്ത ഇനിയുള്ള ജീവിതത്തിൽ അതുപോലെ ഐ ആം യുവർ മാൻ എന്ന് പാടാൻ അർഹതയുള്ള ഒരാളാണ് മധു. ഒരുപാട് സന്ദർഭങ്ങൾ ഇപ്പോൾ അവസാനം എഴുതിക്കുന്ന പങ്കജദാസിൻ്റെ കൂടെ ഒരു സന്ദർഭത്തിൽ ഞങ്ങൾ കണ്ട കാര്യങ്ങളാണ്. കൂടുതൽ വീഡിയോസിനായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.